അതുപോലെ ഭക്ഷ്യവസ്തുക്കളിൽ ഏറ്റവും ഈ സാമ്പിളുകൾ കളക്ട് ചെയ്തതിൽ ഏറ്റവും വ്യാപകമായി കണ്ടെത്തിയ മായം ടാർട്രസിൻ എന്ന കൃത്രിമ പക്ഷി നിറമാണ്. 140 സാമ്പിളുകളിലാണ് ഇവയുടെ സാന്നിധ്യമുള്ളത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളിലും ഈ ടാർട്രസിൻ എന്ന കൃത്രിമ പക്ഷി നിറം ഉണ്ടാകും. മറ്റു നിറങ്ങളുമായി ചേർത്ത നിലയിലായിരുന്നു കാണപ്പെട്ടത്. നിരോധിക്കപ്പെട്ട സൺസെറ്റ് യെല്ലോ FCF എന്ന പക്ഷി നിറം 106 സാമ്പിളുകളിൽ കണ്ടെത്തി. ക്ലോർ പൈറിഫോസ് ഈഥയിലാണ് ഏറ്റവും കൂടുതൽ തവണ 46 തവണ കണ്ടെത്തിയ കീടനാശിനി. ടെബുകൊനസോൾ 34 തവണയും ഡിഫെനകൊനസോൾ 30 എന്നിവയും വ്യാപകമായി കണ്ടെത്തിയിട്ടുണ്ട്. ഡിഫെനോകോണസോളിൻ്റെ പ്രധാന ഗുണങ്ങൾ രോഗശാന്തിയും പ്രതിരോധവും. അപ്പോൾ ഇത് എന്ത് പർപ്പസിന് ഉപയോഗിക്കുന്നതെന്ന് കൂടി കേട്ടോ. അതായത് ഇതൊരു കുമിൾ നാശിനിയാണ്. ഇത് ഒരു ക്രോപ്പ് അല്ലെങ്കിൽ ഒരു വിള ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലത്തേൽ ദീർഘകാലം അതിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ്. എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് അപ്പം നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെ ദോഷങ്ങളാണ് നമ്മളെ ബാധിക്കുന്നതെന്നും കൂടി മനസ്സിലാവും. രോഗശാന്തി പ്രതിരോധവും, അതായത് വിളകൾക്കുണ്ടാകുന്ന രോഗശാന്തി നിയന്ത്രിക്കാനും പുതിയ രോഗങ്ങൾ വരുന്നത് തടയാനും കഴിയുന്നു. വിശാലമായ സ്പെക്ട്രം, പലതരം കുമിൾ അതായത് ക്രോപ്പിനുണ്ടാകുന്ന വിളകൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കാം. അതായത് എന്തൊക്കെ ഫംഗസൊക്കെ വന്നാലും എന്തൊക്കെ പ്രാണികളൊക്കെ വന്നിരുന്നാലും ആ വിളവ് നശിക്കുകയില്ല. ഇലകളിൽ നിന്ന് സസ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. അത് ഇലകളിൽ അടിക്കുമ്പോൾ ആ കീടനാശിനി ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ സസ്യത്തിൻ്റെ ബാക്കി എല്ലാ ഭാഗത്തേക്കും അത് വ്യാപിക്കും എന്നുള്ളതാണ്. അത്രത്തോളം നമ്മളെ ബാധിക്കും. ദീർഘകാലം സംരക്ഷണം ഇപ്പോൾ വിളകളെ കൂടുതൽ കാലം സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏറ്റവും കൂടുതൽ കാലം കേടുപാട് കൂടാതിരിക്കുവാൻ അത് സഹായിക്കുന്നുണ്ടെന്നാണ്. കശ്മീരി മുളക് പൊടിയൊക്കെ കേടുപാട് കൂടാതിരിക്കണമെങ്കിൽ ഡിഫെനോകോണസോളാണ് അടിക്കുന്നത്. എത്രയാണ്? 2130% അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ കേടുപാട് കൂടാതെ നല്ല കളറോട് കൂടി നമ്മുടെ മീൻകറിക്കകത്തൊക്കെ മിന്നി തിളങ്ങി കിടക്കുന്ന നമ്മൾ കാണുന്നില്ലേ? എൻ്റെ പൊന്നെ, ഇതൊക്കെ ഓർത്തിട്ട് ഒരു കാശ്മീരി മുളക് പൊടി മേടിക്കാൻ വരും മടിയായി, പേടിയാവും. അത്രത്തോളം ഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതാണ് വിചാരിക്കേണ്ടത്.